കാലവർഷം അടുത്തെത്തിയിട്ടും കൊച്ചിയിലെ ഫുട്പാത്തുകൾ പലതും തകർന്നതിന് കിടപ്പാണ്. MG റോഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. ഓടകൾക്ക് മുകളിൽ അശാസ്ത്രീയമായ സ്ലാബുകൾ വെച്ചിരിക്കുന്നത് കാൽനടക്കാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ തലവേദന സമ്മാനിക്കുകയാണ്. കോടതി ഇത് പറയുകയും ചെയ്യുന്നു. കാലവർഷം ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. കൊച്ചി നഗരത്തിലെ പല നടപ്പാതകളുടെയും സ്ഥിതി ശോചനീയമാണ്. ചിലത് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്, മറ്റു ചിലതാവട്ടെ പണി പൂർത്തിയാകാതെയും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ കാര്യത്തിലും വലിയ പുരോഗതി ഇല്ല എന്നാണ് വിമർശനമുയരുന്നത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആദ്യഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ എല്ലാ ഗുണഫലങ്ങളും കൊച്ചി നഗരം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തകർന്നു കിടക്കുന്ന ഫുട്പാത്തുകളും പണി പൂർത്തിയാക്കാത്ത കാനകളും ഈ മഴക്കാലത്തും കൊച്ചിക്കാരുടെ ശാപമാണ്. റോഡ് മൊത്തം പൊളിഞ്ഞ് വെള്ളക്കെട്ടായിരുന്നു. ഇപ്പം ഇറങ്ങിയേ ഉള്ളൂ. 1 മണിക്കൂർ ഇത് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ഇവിടെ ആന ആദ്യം പണിത പോലെ കിടക്കാം. അതിന്റെ ഉള്ളിലെ മണ്ണും കാര്യങ്ങളൊന്നും മാറ്റാനില്ല. പുറമേ ഉള്ള ഇത് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഉള്ളിലെ മണ്ണ് പണ്ട് തുടങ്ങിയാലും മുതൽ കിടക്കുക. അതിപ്പോഴും അങ്ങനെയാണ്. പുറമേ ആണ്ടിൽ ഇതടിച്ച് ടൈലടിച്ച് നിരത്തി പോകും. ഓടയിലെ വീതി കൂട്ടുകയോ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മണ്ണ് മാറ്റുകയോ കാര്യക്ഷമമായി ചെയ്തിട്ടില്ല എന്നാണ് പരാതി. കച്ചവടക്കാർക്കും MG റോഡിലെ ഓടയുടെ നവീകരണം വലിയ തിരിച്ചടിയാണ്. പ്ലാവ് ഇടവിട്ട് കിട്ടൊക്കെയാണ്. പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട്, ഇവിടെ വെള്ളമൊക്കെ കെട്ടും. പിന്നെ വണ്ടികൾ പോകുമ്പോൾ എല്ലാ തിരടിച്ച് വരണോട്ട് കരക്കലൊക്കെ അടിച്ച് പോരും ഇങ്ങോട്ട്. തുടർച്ചയായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്ന് കോർപ്പറേഷനും സർക്കാരിനുമെതിരെ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊച്ചിയിൽ വേണ്ടവിധം നടന്നിട്ടില്ലെന്നും പരാതിയുണ്ട്. ഓടകളിലടക്കം കൊതുക് നിയന്ത്രണം സാധ്യമായിട്ടില്ല. കോർപ്പറേഷൻ ബജറ്റിൽ വലിയ തുക കൊതുക് നിർമ്മാർജ്ജനത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ സ്ഥിതി. അതേസമയം പ്രധാനപ്പെട്ട റോഡുകൾ പലതിനും ഗട്ടറുകൾ അടയ്ക്കുവാൻ അധികാരികൾക്ക് സാധിച്ചു. പുല്ലേപ്പടി തമ്മനം റോഡുകളിലാണ് ഇനി നവീകരണം ആവശ്യമായിട്ടുള്ളത്. 3 മാസത്തിന് ശേഷം വലിയ കുഴപ്പം കാണില്ല. അത് ഗട്ടറൊക്കെ അടച്ചിട്ടുണ്ട്, മിക്കവാറും ഒക്കെ അടച്ചിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ വളരെ നരകയാതെ പോലെയാണ് ഓടിക്കൊണ്ടിരുന്നത് ഗട്ടറും. തമ്മനം മുല്ലേപ്പടി റോഡൊന്നും നന്നാക്കിയിട്ടില്ല. അങ്ങനെ ചില ഒറ്റപ്പെട്ട റോഡുകൾ ഇനിയും നന്നാക്കാനുണ്ട്. റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടാവുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ വെള്ളം ഇറങ്ങുന്നതാണ് ആശ്വാസം. മുല്ലശ്ശേരി കനാലിന്റെ പണി പൂർത്തിയാകാത്തത് മറ്റൊരു പ്രശ്നം. കാലവർഷം കനത്താൽ കൊച്ചിയിലെ റോഡുകൾ തോടുകളാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കം ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും പല നടപടികളും കാര്യക്ഷമമായിരുന്നു. പക്ഷേ സമയോചിതമായ നടപടികൾ കൊണ്ട് മാത്രമേ ഫലം കാണാനാവുകയുള്ളൂ. ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.